നമസ്കാരം. നമ്മളിപ്പോ ഉള്ളത് പോർച്ചുഗലിലാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് ഞാനും സുനീർ ഭായിയും കൂടെ കന്നഡ ഞാനും വെച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ലിസ്ബണിൽ നിന്നും നമ്മളിപ്പോ സ്പെയിനിലേക്ക് പോവുകയാണ്. സ്പെയിനിൽ പോയിട്ട് ഫ്രാൻസിലേക്ക് പോകണം. ഫ്രാൻസിൽ നിന്നും ലക്സംബർഗിലേക്ക് പോകണം. അതാണ് എന്റെ ട്രാവൽ പ്ലാൻ. എന്റെ അടുത്ത ലക്സംബർഗ് പോവാന്നുള്ളതാണ് എന്റെ നെക്സ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. ഇന്ന് എവിടെ പോകണം, എവിടെ എത്തും എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഉച്ചയ്ക്ക് നല്ല ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ സമയം വൈകിട്ട് 5 മണിയായി. ഞങ്ങൾ ലേറ്റ് ലഞ്ചായിരുന്നു. 5 മണിയായി. നമ്മൾ ലിസ്ബണിൽ നിന്നും പുറപ്പെടുന്നു. എങ്ങോട്ട് പോകണം, എവിടെ വരെ ചെല്ലണം, എവിടെ വരെ ഡ്രൈവ് ചെയ്യണം എന്നറിയാതെ ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു യാത്രയാണ്. കണ്ടോ ബ്രിഡ്ജ്? കണ്ടോ? ആ ബ്രിഡ്ജിലോട്ട് നമ്മൾ കയറുന്നത്. ഇത് ഇന്നലെ ഇതിലാണോ വന്നേ? പിന്നെ ഞാൻ എന്നെ വിളിച്ചില്ലേ, നീ എന്നിട്ട് എടുക്കണ്ടേ? ഞാൻ ഉറക്കമായിരുന്നു, ഞാൻ അറിഞ്ഞില്ല ഈ പാലത്ത് കയറിയ കാര്യം. അങ്ങനെ നമ്മൾ വാസ്കോഡ ഗാമ ബ്രിഡ്ജിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വാസ്കോഡ ഗാമ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, ഈ വാസ്കോഡ ഗാമ ബ്രിഡ്ജ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും വലിയ 2ാമത്തെ പാലമാണ്. 17 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പാലമാണിത്. അപ്പൊ നിങ്ങൾ യൂറോപ്പിലെ ഏറ്റവും വലിയ ഫസ്റ്റ് പാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് റഷ്യയിലാണ്. ക്രിമിയ പ്രൊവിൻസിലാണ് ആ ഒരു ബ്രിഡ്ജ്. 120 കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഈ റോഡിന്റെ പ്രത്യേകത. കണ്ടില്ലേ, 120 km/h ആണ് ഇതിന്റെ മാക്സിമം വേഗത എന്ന് പറയുന്നത്. 6 ലൈൻ ബ്രിഡ്ജാണ്, 6 വരി പാത. അടിപൊളി ഒരു സംഭവമാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് ക്രോസ് ചെയ്യാൻ പോകുന്നത് ടാഗുസ് എന്ന് പറയുന്ന ആ ഒരു നദിയാണ്. ടാഗുസ് നദി ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലിസ്ബൺ നഗരത്തിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്ന, ലിസ്ബൺ നഗരത്തേക്ക് ബൈപ്പാസ് ചെയ്ത് പോകുന്ന ഒരു റൂട്ടിലുള്ള ഒരു ബ്രിഡ്ജാണിത്. അടിപൊളി ഒരു സംഭവമാണ്. കേവലം 3 വർഷം കൊണ്ടാണ് ഈ ഒരു ബ്രിഡ്ജ് നിർമ്മിച്ചത്. 1998 നമ്മൾ ഈ ഇടയ്ക്ക് ദുബായ് എക്സ്പോ നടന്ന പോലെ തന്നെ ലിസ്ബൺ എക്സ്പോ നടന്നായിരുന്നു. ആ സമയത്താണ് ഈ ബ്രിഡ്ജിന്റെ ഓപ്പണിംഗ് സംഭവിച്ചത്. അത് ഭയങ്കര ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു. ഏകദേശം 3500ഓളം ആളുകൾ ഒരു ദിവസം പണിയെടുത്തുകൊണ്ടാണ് ഈ ഒരു പാലത്തിന്റെ നിർമ്മാണം അത്ര വേഗത്തിൽ പൂർത്തിയാക്കിയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു ഭയങ്കര സംഭവമാണ്. നമ്മളിങ്ങനെ കയറി ഇറങ്ങിയത് അപ്പുറത്തോട് ഇങ്ങനെ താഴെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പോകുന്ന പോലെയുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്നലെ നമ്മൾ ഇങ്ങനെ ഇവിടെ സിറ്റിയിലൂടെ കറങ്ങുന്ന സമയത്ത് 25 ഏപ്രിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു ബ്രിഡ്ജ് കണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു പാലമുണ്ട് ലിസ്ബൺ നഗരത്തിന്റെ. ഇതേ നദിയുടെ കുറുകെയുള്ള മറ്റൊരു ബ്രിഡ്ജാണത്. ഈ ഒരു നദി ഉണ്ടല്ലോ, ഈ ഒരു നദി ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ കടൽ തീരത്തോടടുത്ത് കടലിലോട്ട് സംയോജിക്കുന്ന ആ ഒരു ഭാഗത്ത് വരുമ്പോൾ, ലിസ്ബൺ നദീ തീരത്തായിട്ടാണ് ഈ നദിക്ക് ഇത്രയും വീതിയുള്ളത്. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ആ ഒരു 25 ഏപ്രിൽ ബ്രിഡ്ജിന്റെ ട്രാഫിക് ഭയങ്കരമായിട്ട് താങ്ങാവുന്നതിലും അപ്പുറമായപ്പോഴത്തേക്കിനും കുറച്ചും കൂടെ ആളുകൾക്ക് കൺവീനിയന്റ് ആക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു ഭാഗത്ത് ഇത്രയധികം വീതി ഉണ്ടായിട്ടും പാലം പണിയാനായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് പാലം പണിയുന്നത്. ചില സമയത്ത് ഇവിടെ വിൻഡി ആവാറുണ്ട്. ആ വിൻഡി ആവുന്ന സമയത്ത് ഈ ഒരു പാലത്തിലെ സ്പീഡ് അവർ റെസ്ട്രിക്ട് ചെയ്ത് 60 അല്ലെങ്കിൽ 80, 100 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അവർ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാണല്ലോ, ഇതൊരു ടോളൊക്കെ ഉള്ള ഒരു പാലം തന്നെയാണ്. ടോളൊക്കെ ഉള്ള എല്ലാ പാലം അങ്ങനത്തെ പരിപാടികളാണ്. അതിഭയങ്കരമായിട്ടുള്ള ഭൂകമ്പം, അതായത് ഇവിടെ ചില സമയത്ത് ഭൂചലനങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ലിസ്ബൺ നഗരത്തിലുള്ള കെട്ടിടങ്ങളെക്കാട്ടിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ പാലത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നൊരു കാര്യം. അതേപോലെ തന്നെ ഏകദേശം 250 km/h വേഗതയിലടിക്കുന്ന കാറ്റിനെ വരെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള രീതിയിലാണ് ഈ പാലം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു. 120 വർഷത്തെ ലൈഫ് എക്സ്പെക്ടൻസിയാണ് ഈ പാലത്തിന് അവർ പറയുന്നത്. നമ്മളിപ്പോ ഇവിടെ സെവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. സെവിലിലേക്ക് 415 കിലോമീറ്റർ 3 മണിക്കൂർ 48 മിനിറ്റ് കൊണ്ട് എത്തും എന്നാണ് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ്. ഇവിടെ നമ്മളിപ്പോ പോകുമ്പോഴത്തേക്കിനും ബോർഡർ കഴിഞ്ഞ് നമ്മൾ സ്പെയിനിലേക്ക് കയറുമ്പോൾ നമുക്ക് 1 മണിക്കൂർ പ്ലസ് ആവും. ഇവിടെ 1 മണിക്കൂർ പുറകിലാണ്. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. അപ്പോൾ ഞാനിവിടെ ഭയങ്കര പരിപാടിയിലായിരുന്നു. അതിനിടയ്ക്ക് നമ്മൾ സ്പെയിനിൽ കയറി തിരിച്ച് നമ്മൾ പോർച്ചുഗലിൽ നിന്നും തിരിച്ച് സ്പെയിനിൽ കയറി. എൻ്റെ പരിപാടി എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർദർ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ എനിക്ക് ഈ സ്പെയിനും ഫ്രാൻസും ഒന്ന് കടന്ന് കിട്ടി ലക്സംബർഗിൽ പോകണം. ഈ സ്പെയിനും ഫ്രാൻസും എന്ന് പറയുന്നത് രണ്ടും വലിയ രാജ്യങ്ങളാണ്. ഇത് ഓടി 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 തീരൂല, അതുപോലെ വലിയ രാജ്യങ്ങളാണ്. അപ്പം ഞാൻ നാളെ എനിക്ക് നമ്മളിപ്പോൾ പുള്ളി എന്നെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിയുള്ള വഴിക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് നാളെ മാഡ്രിഡ് പോകണം. മാഡ്രിഡിൽ നിന്ന് ബാഴ്സലോണ പോകണം. ബാഴ്സലോണയിൽ നിന്ന് പാരീസ് പോകണം. ഇത് എല്ലാം കൂടെ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 10-15 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയാണ്. അതിൽ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സീറ്റ് റിസർവ് ചെയ്യണം, എന്നാലേ ട്രെയിനിൽ കയറാൻ പറ്റുള്ളൂ. എനിക്ക്
മറ്റേ യൂറെയിൽ പാസ് ഉള്ളതുകൊണ്ട് സീറ്റ് റിസർവ് ചെയ്യണം. അതിന് സീറ്റ് റിസർവ് ചെയ്യാൻ തന്നെ എനിക്ക് $65 3 ട്രെയിനിന്. ഈ യൂറെയിൽ പാസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് എടുക്കണമായിരുന്നെങ്കിൽ ഏകദേശം €350 കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ട ട്രെയിനിൻ്റെ സ്ഥാനത്താണ് ഞാൻ ആകെ $65 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് ഒരു €60 അല്ല €70 കൊടുത്തിരിക്കുന്നത്. അത്രയും ലാഭമുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല പണി പെട്ടു, കിട്ടുന്നില്ലായിരുന്നു. നമ്മളിപ്പോൾ സെവിൽ ഞാൻ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? സെവി എന്ന് പറയുന്നത് സെവില്ല എന്നാണ് ആക്ച്വലി എഴുതുന്നത്. പക്ഷേ അത് പ്രൊനൗൺസ് ചെയ്ത് വരുമ്പോൾ സവി എന്നാണ് പറയുന്നത്. സവി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അപ്പോൾ ഞാനിവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുനീർ ഭായി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഹി വിൽ ഗോ. ഇത് സ്പെയിൻ അല്ലേ? അപ്പോൾ സ്പാനിഷ് അല്ലേ പ്രൊനൗൺസ് ചെയ്യുക? സവിയ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് കേട്ടോ, സെവിൽ എന്നല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എത്ര കിലോമീറ്റർ വണ്ടി ഓടിച്ചപ്പോ? ഞങ്ങൾ 450 കിലോമീറ്റർ 4 മണിക്കൂർ കൊണ്ട് വണ്ടി ഓടിച്ച് നമ്മളിപ്പോൾ രാത്രി 11 മണിക്ക് നമ്മളിപ്പോൾ സവിയയിൽ എത്തിയിരിക്കുകയാണ്. സവിയ. അപ്പോൾ താങ്ക് യു ബ്രോ. ഓക്കെ താങ്ക് യു വെരി മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. Somewhere in Africa. ഏതാ? Somewhere in Africa. നമ്മൾ ലണ്ടനിൽ കാണും. ലണ്ടനിൽ 15th അല്ലേ? വരില്ലേ? 15-20 I'll be there for you. നമ്മൾ ആക്ച്വലി ലണ്ടനിൽ എൻ്റെ ട്രിപ്പ് അവസാനിപ്പിച്ച് ഞാൻ ലണ്ടൻ എത്തുമ്പോഴത്തേക്കിനും ഞാൻ പിന്നെ സുനീർ ഭായി, ചൈനയിൽ നിന്ന് സൈർ ഭായി, മൊറോക്കോയിൽ നിന്ന് സുനീർ ഭായി, പിന്നെ ഷംജിത് ഭായി, ഫാസിൽ ബ്രോ, ഞങ്ങളെല്ലാവരും ലണ്ടനിൽ വെച്ച് ഗെറ്റ് ടുഗദർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഇവരാരും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. ഈ പുള്ളി ഇതുവരെ സൈർബൈനെ കണ്ടിട്ടില്ല. അതെ, അപ്പോൾ അങ്ങനെ ഒരു മീറ്റപ്പ് കൂടെ പ്ലാൻ ചെയ്യാനുള്ള പ്ലാനാണ്. ലണ്ടനിലൊരു ഗംഭീര മീറ്റപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നല്ല 2-3 മീറ്റപ്പുകൾ ലണ്ടനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്നെ സവിയയിൽ കൊണ്ടുവിട്ടതിന് വളരെയധികം നന്ദി. വളരെ മനോഹരമായിട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ജിബ്രാൾട്ടറും പോർച്ചുഗലും ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ എല്ലാം എടുത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ റൂമിൽ പോയി നോക്കിയിട്ട് എന്തെങ്കിലും എടുത്തില്ലെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ, സീ യു, ബൈ. ഓക്കെ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ. ഇന്ന് നമ്മൾ ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഈ കാണുന്ന അർബൻ ക്യൂബ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ ഹോസ്റ്റലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു ഹോസ്റ്റലിലെ റൂം എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചുതരാം. റൂമല്ല, ഡോർമിറ്ററി. Okay. Then you could also open the front door if you approach it to the numeric panel. That's on the side. Okay. And the small key is locker that is inside of the room. Okay. If you want to put some more valuable things, you want closer to your bed. You have 2 small lockers. Okay. Yes, the kitchen and the main area. The kitchen is fully equipped, and if you want to use the freezer, freezer or the fridge. Okay. You ask us for white stickers to put the number of your capsule in your checkout date. Okay. ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം. കണ്ടോ? ഇത് മറ്റേ ക്യൂബിക്കിൾസ് പോലത്തെ സംഭവമാണ്. ക്യാപ്സ്യൂൾ ഹോട്ടൽസാണ് ഇതെല്ലാം ഡബിൾ ബെഡറാണ്. 2 പേർക്ക് കിടക്കാവുന്ന സംഭവമാണ്. ഇതിനകത്ത് 2 പേർക്ക് കിടക്കാം, ഇതിനകത്ത് 2 പേർക്ക് കിടക്കാം. ഞാൻ അങ്ങനത്തെ 2 പേർക്ക് കിടക്കാവുന്നൊരു സാധനം എടുത്തത്. ഇതിന് ഒരെണ്ണത്തിന് 3200 ഒരു രാത്രിയിലത്തേക്ക് നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ റേറ്റ്. സംഭവം അടിപൊളിയാണ്. ഇവിടെ താഴെ 2 ഉണ്ട്, അപ്പുറത്ത് 2 ഉണ്ട്. ഇതാണ് എൻ്റെ ക്യാപ്സ്യൂൾ. നമ്മളവരെ ശല്യപ്പെടുത്താൻ പാടില്ലല്ലോ. രാത്രി 11 മണിയായി. ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാത്റൂം എന്ന് പറയുന്നത്. അതായത് ടോയ്ലറ്റ്, ബാക്കി സംഭവങ്ങൾ നമുക്ക് പല്ല് തേക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംഭവം. ഷെയർഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്താ സംഭവം പറഞ്ഞാൽ യൂസ്ഡ് ടവൽസ് ഇടാനുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് ടവൽസൊക്കെ ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഷവർ ഏരിയാസാണ്. ഇവിടെ എല്ലാം ഷാമ്പു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോറ് ഉണ്ട്. പിന്നെ ഇത് താഴെ വിരിക്കുന്നതിന് വേണ്ടിയുള്ള ടവലാണ്. പിന്നെ ഇത് നമ്മുടെ ടോയ്ലറ്റ്, അതായത് പോട്ടി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്ഥലം. പിന്നെ എല്ലാം നല്ല നീറ്റാണ് കേട്ടോ, ഭയങ്കര നീറ്റാണ്. എന്ത് നീറ്റാണെന്ന് നോക്ക്. ഇത് ആവശ്യത്തിനധികം സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ബാക്കി തിരക്കുണ്ടാവുമെന്നൊക്കെ നാക്ക് നോക്കി രാവിലെ നോക്കിയിട്ട് അറിയാം. പക്ഷേ ഇതിൽ നല്ല നീറ്റാണ്, ക്ലീനാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഈ ഒരു യാത്ര ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡോർമിറ്ററീസ് പറ്റത്തില്ല. എനിക്ക് ഡോർമിറ്ററീസ് ഞാൻ കംഫർട്ടബിൾ അല്ല. എനിക്ക് എൻ്റെ പ്രൈവസി വേണം. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ക്യാപ്സ്യൂൾ റൂം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ക്യാപ്സ്യൂൾ സംഭവങ്ങളായതുകൊണ്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എന്നാലും കുറേ ആളുകളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. ധാരാളം ആളുകൾ ഇങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇന്നെന്തായാലും എനിക്ക് ഇതെടുക്കാൻ തോന്നി. സോ ഇങ്ങനെ എടുത്തു. സോ വളരെ നീറ്റാണ്, ക്ലീനാണ്. എവറിത്തിങ് ഈസ് നീറ്റ് ആൻഡ് ക്ലീൻ.
നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ പല പല റൂമുണ്ട്. അതായത് സ്ത്രീകളുടെ ബാത്റൂമാണ് അപ്പുറത്ത് കാണുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഈ കാണുന്നതൊക്കെ ഓരോ റൂംസാണ്. ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള നമ്മൾ കണ്ട പോലെയുള്ള ക്യൂബിക്കിൾസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. കണ്ടില്ലേ, ഇതുപോലെയുള്ള പല സംഭവം ഉണ്ടാകും. ഇതിന് വളരെ വൃത്തിയുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോസ്റ്റലാണ് കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ്. ദാറ്റ്സ് റിയലി ഗുഡ്. സുനീർ ഭായ് ആക്ച്വലി എന്നെ ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയി. പുള്ളിയുടെ ജോലിയുടെ ഭാഗമായിട്ട് മിക്കവാറും സമയങ്ങളിൽ ഈ സ്പെയിനിലും ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞങ്ങൾ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് ഇവിടെ ഞങ്ങൾ മീറ്റ് ചെയ്തു ഒരുമിച്ച്. പുള്ളി 2 ദിവസം ഫ്രീ ആയിരുന്നു. നമ്മൾ ജിബ്രാൾട്ടറും പോർച്ചുഗലൊക്കെ പോയിട്ട് വന്നു. ദാറ്റ്സ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ പുള്ളിക്കിനി പുള്ളിയുടെ ജോലിയുണ്ട്. സോ ഹി വെൻറ്റ്. അപ്പോൾ ഞാൻ നാളെ നാളെ ഫുൾ ഡേ ഞാൻ ട്രെയിനിലാണ്. നാളെ രാവിലെ 9:30 മുതൽ രാത്രി 11:30 മണി വരെ ഞാൻ ട്രെയിനിലാണ്. ഞാൻ ആക്ച്വലി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ നോക്കി ഇറങ്ങിയതാണ്. ഭക്ഷണമല്ല, ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. ഒരു ചെറിയൊരു വിശപ്പ്. അപ്പോൾ ഇവിടെ ഒരു ബാറാണ് ഈ കാണുന്നത്. ബാറിൻ്റെ മുമ്പിൽ ആൾക്കാർ ഇങ്ങനെ ബിയർ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്ട്. റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ബാർ മാത്രമേ ഉള്ളൂ, റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ല. എല്ലാം പൂട്ടി. ഫുഡൊന്നും ഇല്ല ഗൈസ്, എല്ലാം അടച്ചു. ഫുൾ പൂട്ടി ഹേ, എല്ലാം പൂട്ടി ഹേ. എനിക്കിവിടെ ഒരു കടയിൽ നിന്ന് എന്തോ ഒരു സാധനം കിട്ടി. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവർ കട അടച്ച് പോവായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് സാധനം കിട്ടി. അതും ഒരു കുപ്പി വെള്ളം കൂടെ 3 യൂറോ. ഭയങ്കര ലാഭമുള്ളൂ. ഇത്രയും ചീപ്പായിട്ട് ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. അത് കണ്ടില്ലേ, ഇതേപോലെ ടേക്ക് അവേ പാത്രത്തിൽ പൊന്നൊക്കെ തന്നെനിക്ക്. ഡോണറ്റ് പോലൊക്കെയുണ്ട്. അതുപോലെ എന്തോ സാധനം മധുര എന്തെങ്കിലും ആട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാപ്സ്യൂളിനകത്ത് വന്നിരുന്നു. ഇതാണ് നമ്മുടെ ക്യാപ്സ്യൂൾ പറയുന്നത് കണ്ടോ. ഇതിൻ്റെ താഴെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള 2 പില്ലോ ഉണ്ട്. ശരിക്കും 2 പേർക്ക് കിടക്കാത്തൊരു ക്യാപ്സ്യൂളുണ്ട്. 2 പില്ലോ ഉണ്ട്. പിന്നെ 2 സെറ്റ് ഓഫ് ടവൽസ് ഉണ്ട്. നല്ല വൃത്തിയുള്ള ടവൽസ്, നല്ല പുത്തൻ ടവൽസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറേ കൺട്രോൾസൊക്കെ ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു അതെ ആംബിയൻ ലൈറ്റിംഗ് ആണ്. കണ്ടില്ലേ, നമുക്ക് പല കളറിലെ ലൈറ്റിംഗ് ഒക്കെ ആക്കാം. ഏത് കളർ വേണമെങ്കിൽ ആ കളറിലെ ലൈറ്റിംഗ് ഒക്കെ ആക്കാം. അങ്ങനെ ആ രീതിയിലുള്ള സെറ്റപ്പാണ്. പിന്നെ ഇവിടെ ഉണ്ടോ ലൈറ്റിൻ്റെ ഇത് കുറയ്ക്കാൻ കൂട്ടാം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. കൊള്ളാമല്ല, എല്ലാം ടച്ചാണ്. കണ്ടില്ലേ. പിന്നെ നമുക്ക് ഇവിടെ USB-Cയും അതേപോലെ തന്നെ ഇങ്ങനത്തെ USB ഔട്ട്ലെറ്റാണ് കൊടുത്തിരിക്കുന്നത്. പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടില്ല. കാരണം അത് സേഫ്റ്റി റീസൺസ് കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പ്ലഗ് പോയിന്റ് ഉണ്ടാവത്തില്ല. പിന്നെ ഇതിനകത്ത് ഒരു വെന്റിലേഷൻ സിസ്റ്റം ഉണ്ട്, AC പോലെയുള്ള സംഭവം. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാന് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണം ഓഫ് ചെയ്യാം, അങ്ങനെ സംഭവം. പിന്നെ ഇതിനകത്തൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു TV ഉണ്ട്. കണ്ടോ, അതുകൊണ്ടോ TV ഇവിടെ USB സംഭവങ്ങളൊക്കെ, ഒരു കുഞ്ഞ് TV ഒക്കെ ഉണ്ട്. ദിസ് ഈസ് റിയലി നൈസ്. ഇത് കൊള്ളാട്ടോ പരിപാടി. ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ബെഡും സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രൈവസി ഒക്കെ ആയിട്ട് നൈസ്. കൊള്ളാമല്ലേ പരിപാടി, നൈസ്. അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് വരട്ടെ. ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് ഞാൻ ബാഗ് ലോക്കറിൽ വെച്ചില്ല. ഞാൻ ഇവിടെ തന്നെ വെച്ചു. കാരണം എനിക്കിത് ലോക്ക് ചെയ്ത് പോകാനും പറ്റും. സോ അത്ര സ്ഥലമുള്ളതുകൊണ്ട് ഞാനത് ലോക്കറിൽ വെക്കാൻ പോയില്ല. ഇവിടുത്തെ വൈഫൈയുടെ സ്പീഡ് കണ്ടോ, എൻ്റെ പൊന്നെ, എമ്മാതിരി സ്പീഡാണ് നോക്ക്. ഞാൻ എൻ്റെ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ്, എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഞാൻ എൻ്റെ അപ്ലോഡിങ്ങിനിട്ട് വീഡിയോ, പിന്നെ ചാർജ് ചെയ്യാനിട്ടു ഡിവൈസുകൾ, പ്ലഗ് പോയിൻ്റ് ഇല്ല, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു. ഇനിയിപ്പോൾ പല്ല് കഴിച്ചിട്ട് വന്നിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഞാൻ എന്നിട്ട് റെഡിയായി. അപ്പോൾ നമുക്ക് പോവാം. റെഡിയായി, കുളിച്ച് ഫ്രഷായി, സുഖമായിട്ട് ഉറങ്ങി. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബൈ ബൈ. ഓക്കെ അല്ലേ, എല്ലാം എടുത്തല്ലേ? യെസ്, ഇവിടെ താഴേക്ക് ആൾക്കാരുണ്ട്. ഓക്കെ, ബൈ ബൈ. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു നൂഡിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ചൂടുവെള്ളം ഉണ്ടാക്കിയെടുക്കാം, ഫുഡ് ഉണ്ടെങ്കിൽ ചൂടാക്കിയെടുക്കാം, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. രാവിലെ സമയമുണ്ട്. ഓവനും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പരിപാടികളുണ്ട്. കണ്ടില്ല, എനിക്ക് നല്ല സൂപ്പർ സെറ്റപ്പായിരുന്നു. ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റീസ് കിട്ടത്തില്ല. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇവിടെ സംഭവം എൻ്റെ നേരത്തെ വാങ്ങിച്ചു വെച്ചാൽ ഉണ്ടായിരുന്നു. ഇത് ഇതവിടെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വാങ്ങിച്ചതാ. ബൈ. Yeah, thank you.
അടിപൊളി ഒരു സ്ഥലമായിരുന്നു കേട്ടോ, അർബൻ ക്യൂബ് ഹോസ്റ്റൽ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കണം. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നടക്കാനുള്ളൂ. രാവിലെ ആൾക്കാർ സ്ട്രീറ്റിൽ ചായയൊക്കെ കുടിച്ചിരിക്കുന്നത്. ഓറഞ്ചൊക്കെ കണ്ടാൽ നോക്കി, ഓറഞ്ച് ഇവിടെ ഫുള്ള് സ്ട്രീറ്റിൽ ഓറഞ്ച് ഉണ്ടായി നിൽക്കുകയാണ്. ശരിക്കും ഞാൻ പണ്ട് മൊറോക്കോയിൽ പോയപ്പോഴാണ് ഇതുപോലത്തെ കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷേ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇത്തരത്തിൽ എന്തോരം ഓറഞ്ച് ഉണ്ടാക്കി നിൽക്കുന്നത് അറിയോ? നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ നിൽക്കും ഇവിടെ. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് കഴിക്കാൻ പറ്റാത്ത ഓറഞ്ചാണ് ഇത്. ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞ് ഇതുപോലെ പറിച്ച് കഴിച്ചിട്ട് ഭയങ്കര പുളിയായിരുന്നു. എന്നിട്ടില്ലേ താഴെ വരെ വീണ് കിടക്കുന്നുണ്ടോ ഇഷ്ടം പോലെ. ആർക്കും വേണ്ടെന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതായിരിക്കും ആരും എടുക്കാത്തത്. റോഡിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം ഇത് തന്നെയാണ്. സ്പെയിൻ നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സമ്മറിൽ ഇവിടെ പല ഫെസ്റ്റിവൽസ് നടക്കുമല്ലോ. അങ്ങനെയുള്ള ഫെസ്റ്റിവൽസ് നടക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ സംഭവം കളറായിരിക്കും. ഇവിടെയും കുറേ ഏഷ്യൻസൊക്കെ ഉണ്ട് കേട്ടോ, കച്ചവടക്കാരും അല്ലാത്ത ആൾക്കാരൊക്കെ ആയിട്ട് പച്ചക്കറി കഴിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി കടയാണിത്. ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ. ചെറിയൊരു നഗരമാണ് ഈ സവിൽ എന്ന് പറയുന്നത്. സവിൽ എന്തായിരുന്നു പ്രൊണൗൺസിയേഷൻ? സവിയ. അവിടെ വരെ സൈക്കിൾ ട്രാക്കുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കണ്ടോ, നല്ല അടിപൊളി അപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിന്ന് എക്സ്ട്രീം വിൻഡേഴ്സ് വരാത്ത സ്ഥലമാണ്. എക്സ്ട്രീം വിൻഡർ വരാത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ സംഭവം കുറേ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ. സ്പെയിന്, അതേപോലെ തന്നെ ഇറ്റലി, ഫ്രാൻസ്, ഇതൊക്കെ എന്ന് പറയുന്നത്, സ്പെയിൻ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ യൂറോപ്പിൻ്റെ കൃഷിസ്ഥലമാണ് ബേസിക്കലി. അതായത് കൃഷി യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്പെയിനിലാണ്. ആ കൃഷി സ്ഥലങ്ങളിൽ പോലും നമുക്ക് മൈഗ്രൻസ് ആയിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ പണി നടക്കുകയുള്ളൂ. നമ്മുടെ അതിഥി തൊഴിലാളികൾ അവരില്ലെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ? പണി നടക്കുമായിരിക്കും, പക്ഷേ പണി എക്സ്പെൻസീവ് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈഗ്രൻ്റ് വർക്കേഴ്സ് ഏതൊരു രാജ്യത്തുണ്ടെങ്കിലും മാത്രമേ സത്യം പറഞ്ഞാൽ ആ രാജ്യത്ത് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. അതാണ് ഒരു പരിധി വരെയൊക്കെ ഈ മൈഗ്രേഷൻ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കുറേയൊക്കെ അതിര് കടക്കുമ്പോഴത്തേക്കിനും ഇപ്പോൾ ട്രംപ് ചെയ്ത പോലത്തെ പരിപാടികളൊക്കെ ആളുകൾ ചെയ്യും. ഈ വരുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ് സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റണം, അല്ലെങ്കിൽ എത്തിക്കാൻ പറ്റണം. ഇല്ലീഗലായിട്ട് വരുന്ന ആളുകൾക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ശരിക്കും ലീഗലായിട്ട് വരുന്ന മൈഗ്രൻ്റ് വർക്കേഴ്സിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ആളുകൾ എത്ര മറ്റു നാടുകളിൽ വർക്ക് ചെയ്യുന്നു. ഇല്ലീഗലാകുമ്പോഴല്ലേ എല്ലാം പ്രശ്നമുള്ളൂ. മൈഗ്രൻ്റ് വർക്കേഴ്സ് ആക്ച്വലി അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെവിയ സാന്താ ജുസ്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഇവരുടെ ഹൈസ്പീഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ മൊത്തം ഹൈസ്പീഡ് ട്രെയിനുകളുടെ കളിയാണ്. വേറെ വഴിയൊന്നുമില്ല, വേറെ സ്ലോ ട്രെയിൻ എടുക്കാനുള്ള പരിപാടിയൊന്നുമില്ല. ഇന്ന് എത്ര പൈസ എന്നറിയോ എനിക്കിന്ന് സീറ്റ് റിസർവ് ചെയ്യുന്നതിന് മാത്രമായിട്ട്. ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിന് തീർന്നു. ഭയങ്കര എക്സ്പെൻസീവാണ് യാത്രയൊക്കെ, ട്രെയിൻ യാത്രയൊക്കെ. വിമാനത്തെക്കാട്ടി എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. നല്ല അടിപൊളി വലിയ റെയിൽവേ സ്റ്റേഷനാണല്ലോ. അടിപൊളി. നമ്മുടെ ട്രെയിൻ എത്ര മണിക്കാണ്? 9:36 നമ്മുടെ ട്രെയിൻ. 9:36. എന്തല്ലേ ഇതൊക്കെ പുത്തൻ റെയിൽവേ സ്റ്റേഷനുകളാണ്. നമ്മൾ ഓരോ നാട്ടിൽ എങ്ങനെയൊക്കെയാണ് റെയിൽവേ സ്റ്റേഷൻ പണിത് വെച്ചിരിക്കുന്നത് കാണുന്നത്. ആളുകൾ എന്ത് സംഭവമല്ലേ, കിട്ടില്ല സാധനമായിട്ടത്. ഇവിടെ എല്ലാം സ്പെയിനിലെല്ലാം ടിക്കറ്റുള്ള ആളുകൾ മാത്രമേ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി വിടുകയുള്ളൂ. ടിക്കറ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പ്ലാറ്റ്ഫോമിലേക്ക് കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും ടിക്കറ്റ് പരിശോധനയുണ്ടല്ലേ. സെവിയ സാന്താ ജുസ്ത. ഇത് റെൻഫെ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ട്രെയിനാണ്. റെൻഫെ. ഇതാണ് എൻ്റെ സീറ്റ്. ഇതാണോ സീറ്റ് എന്നറിയില്ല. ഇതിലേതാണ് സീറ്റ്. ഓക്കെ. തൊട്ടപ്പുറത്ത് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട് ഇല്ലേ. റെസ്റ്റോറൻറ്റ്. ഇതാണ് ടോയ്ലറ്റ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. അടിപൊളി. ഇവിടെ ട്രെയിനിലൊന്നും ആരും ഒന്നും മിണ്ടൂല. പുറത്തിറങ്ങി ഈ ഭാഗത്ത് നിന്നിട്ട് സംസാരിക്കാൻ പാടില്ല, അകത്തുനിന്ന് സംസാരിക്കാൻ പാടില്ല. ജപ്പാൻ പോലെയാണ് ഇവിടെ. നമ്മളിപ്പോൾ പോകുന്നത് 550 കിലോമീറ്ററാണ്. ഈ 550 കിലോമീറ്റർ 2.5 മണിക്കൂർ. അത്രേ ഉള്ളൂ. ഈ 2.5 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ആട്ടോ, വേറെ സ്റ്റോപ്പൊന്നുമില്ല. മാഡ്രിഡ് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 45 മിനിറ്റ്സ് കഴിഞ്ഞ് അടുത്ത ട്രെയിൻ. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ട്രെയിൻ. ഇത് മൊത്തം 3 ട്രെയിൻ കയറും. നമ്മുടെ ട്രെയിൻ നേരത്തെ എത്തിയിട്ട് ഔട്ടറിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. വേറെ ട്രെയിനൊക്കെ കയറി പോകുന്നുണ്ടോ? ഇതല്ലേ, നേരത്തെ എത്തി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് കാറൊക്കെ കണ്ടോ? സൂപ്പർ ആട്ടോ സംഭവം, അടിപൊളിയാണേ. നമ്മുടെ ട്രെയിനുകളെക്കാട്ടി വ്യത്യാസമുണ്ട് ഇവരുടെ ട്രെയിൻ. ഇവരുടെ ട്രെയിനിൻ്റെ താഴെ ആ ഭാഗത്ത് ഒരു സെറ്റ് ഓഫ് ചക്രമേ ഉള്ളൂ. നമ്മുടെ അവിടെ 2 ചക്രങ്ങളായിട്ടാണ് നമ്മുടെ അവിടുത്തെ ട്രെയിനുകൾ. ഇതെന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇത് മൊത്തത്തിൽ ഈ ട്രെയിനുകളുടെ ബോഗിയിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി ടെക്നിക്കലി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണേ. അവിടെ കണ്ടോ, അവിടെ ഒരു ചക്രം കാണുന്നുള്ളൂ കണ്ടില്ലേ. അത് ആ നടുക്ക്, ആ ട്രെയിനിൻ്റെ ആ നടുക്ക് ഭാഗത്ത് അവിടെയായിട്ടാണ് ഒരു ചക്രം കാണുന്നത്. സാധാരണ നമ്മുടെ ട്രെയിനുകളിലൊക്കെ 2 ചക്രം കാണുന്നതാണ്. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും മാഡ്രിഡ്. നമുക്ക് ഇനിയിപ്പോൾ 45 മിനിറ്റ്സ് ഗ്യാപ്പിൽ അടുത്ത ട്രെയിനുണ്ട്. ഇന്ന് നല്ല സണ്ണി വെതറാണ് ഇവിടെ. ഈ ഫ്രാൻസും അതേപോലെ തന്നെ സ്പെയിനും ജർമ്മനിയും ഒക്കെ ട്രാവൽ ചെയ്ത് തീർക്കണ തന്നെ
2-3 ദിവസം വേണം, കാരണം അത്രയ്ക്ക് വലുതാണ് ഈ രാജ്യങ്ങളൊക്കെ. ഇവിടെ എല്ലാം നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കുന്ന ട്രെയിനുകളാട്ടോ. എന്തോ എന്നടി 550 കിലോമീറ്ററൊക്കെ നോൺ സ്റ്റോപ്പായിട്ട് 2-2.5 മണിക്കൂർ കൊണ്ടൊക്കെ ഓടിച്ച് തീർക്കുന്ന ട്രെയിനുകളാണ് എല്ലാ സംഭവങ്ങളും. ഇപ്പോൾ സ്ലോ ട്രെയിൻ ഒന്നും ഇല്ലേ ആവോ, അതോ ഇനി ഇത് ഫാസ്റ്റ് ട്രെയിനിന്റെ മാത്രം സ്റ്റേഷനാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും സ്ലോ ട്രെയിൻസ് ഒന്നും കാണുന്നില്ല. സ്പെയിനിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം നല്ല മോഡേൺ അഡ്വാൻസ്ഡ് കിഡിലൻ റെയിൽവേ സ്റ്റേഷനുകളാണ് കേട്ടോ. നല്ല വലിയ സ്റ്റേഷൻസ് അല്ല. നമുക്ക് ആക്ച്വലി ഇനിയിപ്പോൾ നേരെ അപ്പുറത്തെ വേറെ ഏതാ പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് അങ്ങനെ കയറി പോകാൻ പറ്റില്ല. നമുക്ക് പുറത്തിറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി വരണം. അങ്ങനെയാണ് പരിപാടി. നമ്മൾ വീണ്ടും മറ്റേ സ്കോഡയുടെ സാധനങ്ങൾ കണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കണം ട്രെയിൻ ഇറങ്ങിയിട്ട് അങ്ങേ അറ്റത്തേക്ക്. വേറെ ഏതോ സ്ഥലത്തൂടെയാണ് നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറുന്നത്. അറൈവൽ ഏരിയ തന്നെ അല്ലേ, എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ട്രെയിൻ ഇറങ്ങുന്ന സ്ഥലവും ട്രെയിനിൽ ആളുകൾ തിരിച്ചു കയറുന്ന സ്ഥലവും രണ്ടാണ്. അതാണ് വ്യത്യാസം. ക്രൗഡ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് തിരക്ക് അധികമാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ്. വീണ്ടും സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അകത്ത് കയറി വീണ്ടും എന്തെങ്കിലും ഫുഡ് കഴിക്കാം. രാവിലെ എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും കഴിച്ചില്ല. ഇച്ചിരി നൂഡിലിൻ്റെ ശക്കരം കഴിച്ചതാണ് വിശക്കൻ. ഞാനൊരു എന്തോ ഒരു ചോറ് പോലത്തെ ഒരു സാധനം, അതിനകത്ത് സീ ഫുഡിൻ്റെ സാധനമാണ്. ഇത് 12 യൂറോ ആണ് ഈ സാധനത്തിന്. 12 യൂറോ സീ ഫുഡിൻ്റെ ടേസ്റ്റ്. നമ്മളിനി അടുത്ത ട്രെയിനിൽ കയറാൻ പോകണം. ഇത് ഇവിടുന്ന് 1 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ 3:30 ബാഴ്സലോണ എത്തും. അതായത് ജസ്റ്റ് 2.5 മണിക്കൂർ കൊണ്ട് വീണ്ടും നമ്മളൊരു 550 കിലോമീറ്റർ നമ്മൾ ഈ ഒരു ട്രെയിനിൽ കവർ ചെയ്യും. നോൺ സ്റ്റോപ്പാണ്. ഇത്തവണ എൻ്റെത് 7ാം നമ്പർ കോച്ചിലാണ്. എനിക്ക് ഇത്തവണ വിൻഡോ സീറ്റ് അല്ല, ഫുള്ളായിരിക്കും മിക്കവാറും ട്രെയിനൊക്കെ. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുകയില്ല. നോക്കട്ടെ. അങ്ങനെ ഞാനകത്ത് കയറി. അയൽ സീറ്റാണ്, വിൻഡോ സീറ്റ് അല്ല. ഫുള്ളാണ് ട്രെയിൻ, നിറച്ച ആൾക്കാരുണ്ട്. ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ 2.5 മണിക്കൂർ നമ്മുടെ പണിയൊക്കെ ചെയ്ത് തീർക്കാം. ചെയ്യാം. ബാഴ്സലോണ എത്തി. മാഡ്രിഡിൽ നിന്ന് ട്രെയിനിൽ കയറി ബാഴ്സലോണ എത്തി. അപ്പോൾ 2.5 മണിക്കൂർ കറക്റ്റ്, എല്ലാം ഓൺ ടൈമാണ്. വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു ട്രെയിനിൽ. ട്രെയിൻ ഫുള്ളായിരുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. എനിക്ക് കുറേ വർക്ക് ചെയ്ത് തീർക്കാനുണ്ടാകും, അതൊക്കെ ചെയ്ത് തീർത്തു. ഇനി നമുക്കിവിടെ നിന്ന് ഒരു 45 മിനിറ്റ് വീണ്ടും സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാരീസിലേക്കാണ് നമ്മൾ ട്രെയിനിൽ പോകാൻ പോകുന്നത്. പാരീസിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം 1400 കിലോമീറ്റർ ദൂരമുണ്ട്. 1400 കിലോമീറ്റർ ദൂരം 7 മണിക്കൂർ, അതായത് 6 മണിക്കൂർ 53 മിനിറ്റാണ് യാത്ര. അതൊരു ലോങ് യാത്രയാണ്. അത് ഫ്രാൻസിൻ്റെ ട്രെയിനിലാണ് നമ്മളിനി കയറാൻ പോകുന്നത്. നമ്മൾ ഈ യാത്രയിൽ ഇതുവരെ ഫ്രാൻസിൻ്റെ ട്രെയിനിൽ കയറിയിട്ടില്ല. അത് ഡബിൾ ഡെക്കർ ട്രെയിനാണെന്ന് തോന്നുന്നു. ഇവിടെ മക്ഡൊണാൾഡ്സ് ഉണ്ട്, നമുക്ക് മക്ഡിന്ന് കഴിക്കാം ഇന്ന് ഫുഡ്. ഞാൻ മക്ഡൊണാൾഡ്സിൽ വന്ന് എനിക്ക് ഒരു മീൽ ഓർഡർ ചെയ്ത് ടേക്ക് അവേ എടുത്തുകൊണ്ട് പോകണം. ഇനിയിപ്പോൾ വീണ്ടും അവിടെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വീണ്ടും അകത്തേക്ക് കയറാനായിട്ട്. നമ്മൾ ഈ TGV ഇനോവ് എന്നും പറഞ്ഞുകൊണ്ട് ഫ്രാൻസ് കമ്പനിയുടെ ട്രെയിനിലാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇത് ഫുള്ളായിരിക്കുമല്ലോ ഓഫ് കോഴ്സ്. ഞാനാണെങ്കിൽ വെറുതെ ഇത് ഇത്രയും ട്രാവൽ ചെയ്യുന്നതല്ലേ, അപ്പം വെറുതെ ഞാൻ ഇന്നലെ ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റുകളുടെ റേറ്റൊക്കെ നോക്കി പാരീസിലേക്ക്. എന്ത് റേറ്റാണെന്നറിയോ, ഇവിടുന്ന് ഭയങ്കര റേറ്റാണ് കാണിക്കണേ. ഇല്ല അത്രയ്ക്ക് എന്തിനാണെന്നറിയില്ല. ഇത്രയും ദിവസം നമ്മൾ ഒറ്റയ്ക്ക് ട്രെയിനിൽ യാത്ര ചെയ്തു, ആരും ഇല്ലാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്തു. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ട്രെയിനിലൊക്കെ നോക്കി എന്ത് തിരക്കാന്ന് നോക്ക്. എന്താണ് ഇത്രയും തിരക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കിനും എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഞാൻ ആലോചിക്കുക. സമ്മറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾ നേരത്തെ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ട്രെയിനിൽ കയറാം എന്നുള്ളൊരു വിചാരമേ വേണ്ട. യൂറോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും. ഇതിപ്പോൾ എല്ലാവരും കൂടെ ക്യൂ നിൽക്കുവാണ് ട്രെയിനകത്ത് കയറാനായിട്ട്. നമ്മൾ ഈ വിമാനത്തിൽ ബോർഡിങ് ചെയ്യുമ്പം ക്യൂ നിൽക്കത്തില്ല, അതേപോലെ ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ക്യൂ നിൽക്കുന്നത് ഞാൻ ആലോചിക്കുന്നത്. ട്രെയിൻ നമ്മളെ കൊണ്ടല്ലേ പോവുള്ളൂ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാവരും കൂടെ പോകുന്നുണ്ട് അകത്തേക്ക്. ഫ്രാൻസിൻ്റെ ട്രെയിനിൽ സ്പെയിനിൽ നിന്ന് കയറുന്നതുകൊണ്ട് ഇവിടെ ടിക്കറ്റ് സ്കാനിങ്ങോ പരിശോധനയോ ഒന്നുമില്ല. അതൊക്കെ മിക്കവാറും താഴെ ട്രെയിനിലായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഇതേതോ വലിയ ട്രെയിനാണെന്ന് തോന്നുന്നു. എന്തോരോ ആൾക്കാരാ. ഇതാണ് നമ്മുടെ SNCF വോയേജേഴ്സ്. SNCF വോയേജേഴ്സ് TGFO എന്തൊക്കെയാണോ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ 15ാമത്തെ കോച്ചിലാണ് എൻ്റെ എന്താ പറയുക, അത് ഇമ്മീഡിയറ്റ് ഡിപ്പാർച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ആൾക്കാരൊക്കെ കയറാതെ എങ്ങനെയാണ് ഈ ട്രെയിൻ വിട്ടു പോകുന്നതെന്ന് എനിക്കറിയില്ല. ട്രെയിനിൽ ഇതേ ബാറൊക്കെ ഉണ്ടെന്ന്. ഇത് കണ്ടോ, ഇത് റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറാണ്. അടിപൊളി. ഇത് താഴെ മുകളിലുമായിട്ടാണ്. എൻ്റെ താഴെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വീണ്ടും ട്രെയിനിൽ കയറി. ഇത് താഴത്തെ നിലയാണേ. അപ്പോൾ എനിക്ക് ടേബിൾ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. വിൻഡോ സീറ്റ് അല്ല, ഇപ്പുറത്തെ സീറ്റാണ്. ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് വിട്ടിരുന്നതാണ്. ഇടയ്ക്ക് എന്തായാലും കുറേ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട്, ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ കയറും. അപ്പോൾ എന്തായാലും 7 മണിക്കൂർ 1500 കിലോമീറ്ററൊക്കെ ഉണ്ടോ. നമ്മൾ എറണാകുളത്ത് നിന്ന് ബോംബെ പോകുന്ന ദൂരം എന്തോ ഉണ്ട്.
അത്രയൊക്കെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നും പറയണ്ട, ഇത് സംഭവം അറിയാം. ഭയങ്കര കംഫർട്ടബിൾ സീറ്റാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം വൈഫൈ ഉണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട് ട്രെയിനകത്ത്. ഭയങ്കര കൺവീനിയൻ്റ് ആണ്, നല്ല സ്പീഡുള്ള വൈഫൈ. പിന്നെ ഇവിടെ എല്ലാം ചാർജർ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇങ്ങനെ മടക്കി വയ്ക്കാവുന്ന ടേബിളുകളാണ്, അടിപൊളിയാണ്. വരുന്ന വഴിക്ക് റേഞ്ച് എന്ന് പറഞ്ഞ സാധനമേ കിട്ടുന്നില്ല. ഇതിനകത്ത് വൈഫൈ വർക്ക് ചെയ്യുന്നില്ല, മൊബൈൽ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. നമ്മൾ ഫ്രാൻസിൽ കയറി കേട്ടോ. അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ നോക്കി, എന്താ സംഭവം അറിയത്തില്ല. ട്രെയിനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുക പോലീസുകാരൻ, കൈവലങ്ങൊക്കെ ഇട്ടു. നമ്മളിവിടെ ഫ്രാൻസിൽ വന്ന് കയറി വന്നപ്പോഴത്തേക്കിനും 2 പോലീസുകാരും അറസ്റ്റ് ചെയ്ത പോലീസുകാരില്ലേ, അവരകത്ത് വന്ന് റാൻഡമായിട്ട് കുറേ ആളുകളുടെ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ച് ID ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. നോക്കണമല്ലോ, ഇത് വളരെ റാൻഡമാണ്, എനിക്കറിയത്തില്ല, വളരെ റാൻഡമായിട്ട് അങ്ങനെയൊക്കെ കാണാറുള്ളൂ. അങ്ങനെ നമ്മൾ പാരീസ് എത്തി ഗൈസ്. ഇറങ്ങാൻ റെഡിയായി നിൽക്കുക എല്ലാവരും. ട്രെയിൻ നിർത്തിയിട്ടില്ല, എല്ലാവരും ഇറങ്ങാൻ റെഡിയായി നിൽക്കുക. സമയം നോക്കി രാത്രി 11:15. അങ്ങനെ എൻ്റെ ഗുരുവായൂരപ്പാ, ഞാനിവിടെ പാരീസ് എത്തി മക്കളെ. പാരീസ് ഇതെൻ്റെ 2ാമത്തെ തവണയാണ് ഞാൻ പാരീസിൽ വരുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പാരീസ് വന്ന് നമ്മൾ ഐഫൽ ടവറും ബാക്കി ഇവിടുത്തെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പണ്ട് നമ്മൾ പകർത്തിയതാണ്. ഏകദേശം 1 വർഷം മുമ്പ് നമ്മൾ ഇറ്റലി, റോം, അങ്ങനെ പല ട്രിപ്പുകളൊക്കെ നടത്തിയ സമയത്ത് ലിസ്ബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത യാത്രയായിരുന്നു. ആലോചിച്ച് നോക്കിയത്, ലിസ്ബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സവിയ വന്നു, സവിയയിൽ നിന്ന് നമ്മൾ മാഡ്രിഡ് പോയി, മാഡ്രിഡിൽ നിന്ന് നമ്മൾ ബാഴ്സലോണ വന്നു, ബാഴ്സലോണയിൽ നിന്ന് നമ്മളിപ്പോൾ ഇത് പാരീസിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ കണ്ടിന്യൂസ് യാത്രയായിരുന്നു, ഇത്രയും ദൂരം കണ്ടിന്യൂസ് യാത്ര. ഇന്നലെ രാത്രി കുറച്ച് സമയം ഒരു ഹോട്ടലിൽ, ഒരു ക്യാപ്സ്യൂൾ ഹോട്ടലിൽ കിടന്നുറങ്ങി. അതാണ് നമ്മളിന്നലെ ചെയ്തത്. ഈ ട്രെയിനിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്ത് വൃത്തിക്ക് കിടക്കുന്നതെന്ന് ഈ സ്റ്റേഷനൊക്കെ എന്ത് നീറ്റാണ്, നല്ല മണം. ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവിടെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങി പോകണം. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇനി കഴിഞ്ഞില്ല, ഇനിയും നമുക്കിവിടെ നിന്ന് പോകാനുണ്ട് ഗൈസ്. നമുക്ക് ആക്ച്വലി നമ്മൾ ലക്സംബർഗിലേക്കാണ് പോകുന്നത്. പക്ഷേ ലക്സംബർഗ് പോകാനായിട്ട് നമുക്ക് നാളെയാണ് നമുക്ക് ട്രെയിൻ, അത് 2 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ഇന്നിവിടെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ലക്സംബർഗിലേക്കുള്ള ട്രെയിൻ വേറെ ഒരു സ്ഥലത്തു നിന്നാണ്, അത് ഇവിടെ നിന്ന് കുറേ ദൂരം പോകണം. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നത് നോക്കട്ടെ. ഇത് പാരീസിൽ ഏതോ ഒരു സ്റ്റേഷനിൽ നമ്മൾ വന്ന് ഇറങ്ങിയേക്കുന്നത്. വലിയ ക്ലോക്ക് ടവറൊക്കെ ഉണ്ട്. പാരീസിലെ സ്റ്റേഷനുകളൊക്കെ, ഇവിടുത്തെ സ്റ്റേഷനുകളൊക്കെ എല്ലാം അടിപൊളി സ്റ്റേഷനുകളാണ്. ഇത് ഗാരി ഡി ലയോണോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനിയൊരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ പാരീസ് ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകണം. അതിൻ്റെ മുമ്പിലാണ് ഞാൻ ഹോട്ടലിൽ തിരിക്കുന്നത്. നമ്പർ 91 ഇത് പോകുമെന്ന് തോന്നുന്നു, ചോദിച്ചു നോക്കിയിട്ട് കയറാം. ഈസ്റ്റ് സ്റ്റേഷൻ, ഈസ്റ്റ് കാനഡ ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്ന ഉടനെ എനിക്ക് 9 നമ്പർ, 91 നമ്പർ ബസ് കിട്ടി. അതിൽ കയറി €2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 25 മിനിറ്റ് യാത്ര ചെയ്യണം. പാരീസ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകും. അങ്ങനെ 10-20 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ ആ ബസ്സിൽ. രാത്രി ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മളിപ്പോൾ ഗര ഡെൽ എസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇത് കാണുന്നത് ഇവിടുത്തെ ഒരു ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ അതൊക്കെ രാത്രി അടച്ചു. ഇപ്പോൾ സമയം ഇപ്പോൾ രാത്രി 12 മണി ആവുന്നു. അത് രാവിലെ തുറക്കുള്ളൂ, കാരണം ആ സ്റ്റേഷനിൽ നിന്ന് രാത്രി ട്രെയിനുകളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. SNCF എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തൊട്ട് മുമ്പിൽ തന്നെ ഒരു ഹോട്ടൽ ഞാൻ ബുക്ക് ചെയ്തായിരുന്നു. നമുക്ക് ഹോട്ടലിലേക്ക് പോകാം. ഇവിടെ എല്ലാം ബർഗർ കിങ്, KFC മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഹോട്ടൽ, മോഡേൺ ഹോട്ടൽ. പണ്ടത്തെ എൻ്റെ സ്കൂളിൻ്റെ സ്റ്റെപ്പൊക്കെ ഇതേപോലെയായിരുന്നു, ടറിൻ്റെ സ്റ്റെപ്പായിരുന്നു ഫുള്ള്. ഫസ്റ്റ് ഫ്ലോർ. ഇതൊരു പഴയ ബിൽഡിങ്ങാണ്. നോക്കി, ഇവിടെ എല്ലാം ഈ പഴയ ബിൽഡിങ്സ് എല്ലാം ഇങ്ങനെ കുട്ടപ്പനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുകയല്ലേ. ഇതുകൊണ്ടോ നോക്കി, അടിപൊളി, എന്ത് രസമല്ലേ ആ പഴയ സ്റ്റേജൊക്കെ കാണാനായിട്ട്. ഈ റൂം അടിപൊളിയല്ലേ? യെസ്, ഇത് കൊള്ളാമല്ലേ, കുഴപ്പമില്ല. ഇതിന് ഞാൻ ഏകദേശം ഒരു €55-60 ആ റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ് ഈ റൂം വന്നിരിക്കുന്നത്. തുറക്കാൻ പറ്റുമോ? തുറക്കാമല്ലോ, അടിപൊളി. ഞാൻ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ, കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തന്നെയുള്ള മുറി. തൊട്ട് താഴെ ബർഗർ കിങ്ങും
സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ നാളെ ആക്ച്വലി നമ്മൾ ലക്സംബർഗ് പോവാണ്. ഇവിടെ തണുപ്പ് കുറവാണ് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പിച്ചിരി കുറവായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ നമ്മൾ സ്വീഡനും നോർവേ ഒക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ നാളെ ലക്സംബർഗ് പോവാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് ഇവിടെ. പാരീസിൻ്റെ ആരും കാണാത്ത മറ്റൊരു വശം ഞാൻ നിങ്ങളെ നാളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ലക്സംബർഗ് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് യാത്ര മാത്രമായിരുന്നു. എന്തായാലും അത് നമ്മുടെ ഒരു ഭാഗമാണല്ലോ. ഞാനിത് കാണിച്ചില്ലേ നിങ്ങൾ പറയും ഞാൻ ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്ന് പറയും. അങ്ങനെ ചെയ്യൂല കേട്ടാ. ഓക്കെ, ബൈ.